അങ്ങനെ നീണ്ട ഒരു മാസത്തെ അവധിക്ക് ശേഷം കുഞ്ഞൂസ് ഇന്ന് വീണ്ടും പ്ലേ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങുവാണ്. എങ്ങനെ ഈ ഒരു മാസത്തെ അവധി വന്നതെന്നല്ലേ, ഞങ്ങൾ നാട്ടിലായിരുന്നു. അവിടെ കുറേ കസിൻസിൻ്റെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടാൻ വേണ്ടി ഒരു മാസത്തോളം നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ചെന്നൈയിലേക്ക് എത്തിയതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വീണ്ടും സ്കൂളിൽ പോകുന്ന ആ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ എണീറ്റു, രാവിലെ എന്ന് പറയില്ല, ഏകദേശം ഒരു 6:45 പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയുമോ? നമ്മുടെ കേരളവും തമിഴ്നാടും ഒക്കെ ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസം. ആ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സാധാരണയുണ്ടല്ലോ, ഈ റോട്ടിലാണെങ്കിൽ നല്ല വണ്ടികളുടെ തിരക്ക് കാണും. അതുപോലെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെക്കൂടി പെറ്റിനെ കൊണ്ട് നടക്കുന്നവരും എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ആയിട്ട് നല്ല ബഹളമാണ്. ഇന്ന് ഒരൊറ്റ മനുഷ്യരെ കാണാനില്ല, മൊത്തത്തിൽ വിജനമാണ്. എല്ലാവരും ന്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഉള്ള ടി വിയുടെ ഫ്രണ്ടിലാണെന്ന് തോന്നുന്നു. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, ആര് ജയിക്കുമെന്ന് അറിയാനായിട്ട്. അത് കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ജോലിയെല്ലാം ഒരുവിധം തീർത്തു വെച്ചു കേട്ടോ. ഞാൻ ഇതുപോലെ ന്യൂസിന് മുമ്പിലിരിക്കുന്നു, ഒന്ന് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ, പിന്നെ ഒന്ന് നമ്മുടെ ക്രിക്കറ്റ് വരുന്ന സമയത്ത്. അത് IPL-ആണെങ്കിലും അതുപോലെ നമ്മളുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ നടക്കുമല്ലോ, അതിൽ ഇന്ത്യ ഫൈനലിൽ വരുന്ന ആ ഒരു മാച്ചൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടി വിയുടെ ഫ്രണ്ടിൽ ഇരിക്കാറുണ്ട്. അല്ലാതെ ന്യൂസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകുമെന്നല്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാറില്ല. അപ്പം ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വരുന്നത് കൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിൽക്കുകയാണ്. പിന്നെ ഇന്ന് രാവിലെ എണീറ്റത് കുറത്രയും ദിവസം നമ്മളിങ്ങനെ അവധി ആഘോഷിച്ചിങ്ങനെ നടന്നതിൻ്റെ താമസിച്ചായിരുന്നു എണീറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു റുട്ടീനിലേക്ക് ഇങ്ങനെ വരണം, സ്കൂളിൽ വിടുന്നതിൻ്റെ ആ റുട്ടീനിലേക്ക് വരണം. അതിൻ്റെ ഒരു രാവിലത്തെ ഒരു ചടപ്പുണ്ട് കേട്ടോ, ഒരു എനർജി അങ്ങ് വന്നിട്ടില്ല. അപ്പോൾ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. മാവൊക്കെ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു, കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തോ പൊളിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ചത്ര ഒരു സോഫ്റ്റ്നെസ് അതിനങ്ങ് കിട്ടിയില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അതിനകത്ത് ഈ കോമ്പിനേഷനായിട്ട് വൈറ്റ് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിക്ക് നമുക്ക് അധികം പണിയൊന്നുമില്ല. ഇനി ചോറും കറിയും കൂടെ വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കോളിഫ്ലവർ വെക്കാമെന്ന് ഓർത്തു കേട്ടോ. ഒരു കുഞ്ഞ് കോളിഫ്ലവർ തപ്പി കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വന്നാൽ കേട്ടോ. ഞാൻ ഇത് അതിൻ്റെ സൈസ് കാണിക്കാം. ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് കോളിഫ്ലവറാണ്. ഇതിവിടെ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് പിന്നെ വെള്ളം തിളപ്പിച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കിട്ടി എനിക്കൊരു മനസ്സമാധാനം വന്നില്ല. ഞാൻ പിന്നെ അതൊന്നും കൂടെ തിളപ്പിക്കുകയും കൂടി ചെയ്തായിരുന്നു, എന്നിട്ടാണ് കറി വെച്ചത്. പിന്നെ ഇത് കുഞ്ഞൂസിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് ആട്ടോ. മറ്റേ ബനാന ഗീക്കകത്താക്കി വെക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞത് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അവളുടെ സ്നാക്സ് ബോക്സും അവൾക്ക് ആപ്പിളും ബനാനയും കൊടുത്തു വിട്ടത് കേട്ടോ. എൻ്റെ ഷോർട്സ് ഞാൻ വേറെ ഇടാവേ. അങ്ങനെ അവളുടെ ബോട്ടിലും പാക്ക് ചെയ്തിട്ട് രാവിലത്തെ സംഭവം റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.